ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരു ശനിയാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ പോസ്റ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ടാണ്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ വീട്ടിലേക്ക് വന്ന് വേറെ ഒന്നിനെയല്ല, ഇവിടെ അമ്മമ്മയ്ക്ക് കാലും കൊണ്ട് വയ്യാതിരിക്കുകയാണ് കേട്ടോ. വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മയുടെ കാല് ചെറുതായിട്ടൊരു ചിഹ്നലുണ്ടായി കിടക്കുകയാണ് എല്ലിന്. അപ്പം അങ്ങനെ വെറുതെ അമ്മമ്മയുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. എന്നാണെന്നുണ്ടെങ്കിൽ ഏട്ടന് വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഇന്നലെ ഏട്ടന് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും ഇല്ല. പിന്നെ കിച്ചനും ക്ലാസ്സും ഇല്ല. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് പോയിട്ട് അവൻ്റെ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു. ഇന്നലെയാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വേറെ ഒന്നുമില്ല കേട്ടോ. എന്തെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം ചൊവ്വാഴ്ച ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, തൈപ്പൂയത്തിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പനിയും ജലദോഷവും കാലുവേദന എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ. അത് കാരണം വീഡിയോ എടുക്കാനുള്ള മൂഡും ഇല്ല. ഒരുമാതിരി ക്ഷീണമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒക്കെ വന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ. ബി പി ലോ ആവണ പ്രശ്നമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ വീടെത്തിയെന്ന് പറയുന്നത്, വീടെത്തിയിട്ട് പിറ്റേ ദിവസം മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇന്നലെ ഒന്നും വരുമ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നുമില്ല, വീഡിയോ എടുക്കാനായിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ പിന്നെ ജോലിക്ക് പോയിട്ടുണ്ട്. ഞാനപ്പോൾ മുറ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് വേഗം അടിച്ചു. അമ്മമ്മ പക്ഷേ വയ്യാന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുമെന്നല്ല കേട്ടോ, നടക്കണമൊക്കെ ഉണ്ട്. കാലത്തെ വിരലിൽ മാത്രം ചെറിയൊരു ചിഹ്നലുണ്ട് കേട്ടോ. അതിലൊന്ന് കെട്ടിയിട്ടുണ്ട്, ഡോക്ടറേത്ത് പോയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കവറ് കാലിട്ട് നടക്കണം. എന്താണെന്ന് വെച്ചാൽ വെള്ളവും ചളിയൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവരൊരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാല് ചളിയൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കയറെന്ന് പറഞ്ഞു കവറൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ആൾ നടക്കണത്. അങ്ങനെ ഞാനിവിടെ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട്. എത്ര അടിച്ച് വാരിയിട്ടും കാര്യമൊന്നുമില്ല. എൻ്റെ മക്കളല്ലേ, അവർ പിന്നെ പരത്തിയും കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് അടിച്ച് വാരിയിട്ട് കാര്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ അടിച്ച് വാരി ഇടണമല്ലോ, വീട് വൃത്തിയാക്കി ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേഗം ഒന്ന് അടിച്ച് വാരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ടൈലിൽ വെള്ളം പോയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ അടിച്ച് വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അത് വേഗം ഞാൻ ഒന്ന് തുടച്ചു വന്നിട്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ വോയിസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പ്രശ്നമാണ് എൻ്റെ ശബ്ദത്തിന് ഒരു ചേഞ്ച് തോന്നിക്കുന്നത്. അങ്ങനെ ഏട്ടൻ സിനിമ എന്തൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചു തുമ്പി കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ അപ്പു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. കാരണം 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ കാരണം ഏത് ദിവസമാണെന്നൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു സീന് കണ്ടപ്പോഴാണ് കേട്ടോ, അയ്യോ ഇതെന്തെങ്ങനെയെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അത് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച വന്നിട്ട് വെള്ളിയാഴ്ചയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. കാരണം ശനിയാഴ്ച എൻ്റെ പ്രോഗ്രാം ഉണ്ട് ഇനി. അപ്പോൾ അങ്ങനെ ഒറ്റൊരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ ശനിയാഴ്ചത്തെ വ്ളോഗാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ അമ്മമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ ഒന്ന് പോയി. കാരണം അന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ എല്ല് ഡോക്ടറല്ല കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വിളിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡോക്ടറേത്തേക്ക് പോയി കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, കാലം ജസ്റ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം നാളെ ശനിയാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ച. ഇന്നാണ് കിച്ചുവിൻ്റെ ക്ലാസ്, ഇന്നും പോയി കേട്ടോ, ഇന്നലെയും പോയി. അപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ. അവിടുത്തെ സ്കൂളിൽ ചളവറ കുഞ്ഞ് സ്കൂളിൽ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്. വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങളുടെ ഇതുപോലെ തന്നെ വീരനാട്യം കൈകൊട്ടിക്കളി ഉണ്ട് കേട്ടോ. അപ്പോൾ കൈകൊട്ടിക്കളിയുടെ വീഡിയോ നമുക്ക് ഇടാനായിട്ട് പറ്റാത്ത കോപ്പിറൈറ്റിൻ്റെ ഒറ്റൊരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അതിന് ഫുൾ കോപ്പിറൈറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അത് അങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇതവിടെ
ഇവിടെ നിന്നാണ് കയറിയിട്ട് തന്നെ ഉള്ളൂ കേട്ടോ, എത്താറായിട്ടൊന്നും ഇല്ല കേട്ടോ, ഇപ്പം കയറിയിട്ട് തന്നെ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഈ ഭാഗം തന്നെ പരതക്കാട് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ, വണ്ടിയിൽ പോകാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. രണ്ട് സൈഡ് കാട് പിടിച്ചിട്ട് നടുക്ക് കൂടെ റോഡ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, പൊട്ടിത്തെറിച്ച വെയിലാണ്, ഇപ്പോൾ ഭയങ്കര വെയിലാണല്ലോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നട്ടുച്ചയായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു നേരമായി, ഉച്ചയായി 12 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ വരികയാണ് ചെയ്തത്. ഞാൻ വരുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ മാറി സുന്ദരകുട്ടപ്പന്മാരായിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ, എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ പിന്നെ അങ്ങോട്ട് വന്നു. കാരണം ഇന്നിപ്പോൾ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ, ഇന്ന് പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നാളെ നമുക്ക് ഡാൻസ് ഉള്ള കാരണം വൈകുന്നേരത്താണെങ്കിലും നമുക്ക് രാവിലെ എല്ലാം കൂടി ഓടിപ്പായാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം ഇന്ന് തന്നെ വേഗം അതുകൊണ്ടാണ് കേട്ടോ ധൃതി പിടിച്ച് പോണത്. അല്ലെങ്കിൽ പിന്നെ ശനി ഞായറൊക്കെ നിന്നിട്ട് മെല്ലെ പോയാൽ മതി എന്നൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ വീഡിയോസ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോസ് ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പിന്നെ കോതർശി എത്തി. കിച്ചുന് മുന്തിരി വേണം പറഞ്ഞപ്പോൾ മുന്തിരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ പച്ചമുന്തിരിയാണ് അവന് ഇഷ്ടം കേട്ടോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡും കൂടി വാങ്ങിച്ചിട്ട് ഇനി നേരെ വീട് പിടിക്കുകയാണ് കേട്ടോ. കാരണം ഇനി വീട്ടിൽ പോയിട്ട് വെച്ചുണ്ടാക്കിയിട്ടൊക്കെ വേണ്ടേ, അതിന് വയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.